NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പീച്ചി ഡാമിലെ വെള്ളം കൂടിയ അളവിൽ തുറന്നപ്പോൾ ആമ്പല്ലൂരിലും പാലിയേക്കരയിലും ഉണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം കോടികളുടേത്. പല വ്യാപാരികളും സ്വയം തൊഴിൽ സംരംഭകരും ആത്മഹത്യയുടെ വക്കിലാണ്. കാലവർഷം ശക്തമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങരയിൽ റോഡ് കുളമായി. അപകട ഭീഷണിയിൽ യാത്രക്കാർ. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ ചെക്കുകൾ KK രാമചന്ദ്രൻ MLA മുകുന്ദപുരം തഹസീൽദാർ C നാരായണന് കൈമാറി. 8ാം ക്ലാസ്സിൽ ഇനി ഓൾ പാസ് ഇല്ല. ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധം. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക്. കൊടകര മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് ചാടി യുവതി ജീവനൊടുക്കാൻ ശ്രമിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് സ്വദേശിനിയായ 24-കാരിയാണ് ചാടിയത്. വാർത്തകൾ വിശദമായി. പീച്ചി ഡാമിലെ വെള്ളം കൂടിയ അളവിൽ തുറന്നപ്പോൾ ആമ്പല്ലൂരിലും പാലിയേക്കരയിലും ഉണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം കോടികളുടേത്. പല വ്യാപാരികളും സ്വയം തൊഴിൽ സംരംഭകരും ആത്മഹത്യയുടെ വക്കിലാണ്. സർക്കാരും സമൂഹവും ഗൗരവമായി ഇടപെടേണ്ട വിഷയം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് NCTV ന്യൂസ്. മഴ കനത്തതോടെ ജൂലൈ 29-നാണ് പീച്ചി ഡാം ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്കൊഴുക്കിയത്. 4 ഷട്ടറുകളും 7.5 സെന്റിമീറ്റർ വീതമാണ് ആദ്യം തുറന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ഘട്ടം ഘട്ടമായി ഷട്ടറുകൾ 60 ഇഞ്ചും പിന്നീട് 72 ഇഞ്ചും തുറക്കുകയായിരുന്നു. 2018 പ്രളയകാലത്ത് പോലും 56 ഇഞ്ച് മാത്രമാണ് ഷട്ടറുകൾ തുറന്നിരുന്നത്. വലിയ അളവിൽ ജലം പുറത്തേക്കൊഴുക്കിയതോടെ മണലിപ്പുഴ കരകവിഞ്ഞാണ് ആമ്പല്ലൂരിൽ വെള്ളം കയറിയത്. പീച്ചി അണക്കെട്ട് തുറന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായത്. സാധാരണ അണക്കെട്ടുകൾ തുറക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്രമാതീതമായി തുറക്കുമ്പോൾ, അതിൻ്റെ ഒരു അവയർനെസ്, മുൻകൂട്ടി ഒരു വിളംബരം നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടതുണ്ട്. അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പഞ്ചായത്ത് അധികാരികൾ, അതല്ലെങ്കിൽ വില്ലേജ് അധികാരികളൊക്കെയാണ്. ഈ പ്രാവശ്യം ഇത് അത്തരത്തിലുള്ളൊരു വിളംബരം ആരും തന്നെ ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ വ്യാപാര മേഖലയിലും പൊതുവെ നാട്ടിലും ഉണ്ടായ പ്രധാന നാശനഷ്ടങ്ങൾക്ക് കാരണം. വെള്ളക്കെട്ടും ശക്തമായ ഒഴുക്കും രൂപപ്പെട്ടതോടെ ആമ്പല്ലൂരിലും പാലിയേക്കരയിലും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിലായി. അധികൃതരുടെ ഭാഗത്തു നിന്നും വ്യക്തമായ മുന്നറിയിപ്പോ സൂചനയോ നൽകാത്തതിനാലാണ് വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളം കയറി കനത്ത നഷ്ടമുണ്ടായതെന്ന് വ്യാപാരികൾ പറയുന്നു. പാലിയേക്കരയിൽ അല്ലെങ്കിൽ ആമ്പല്ലൂരൊക്കെ ഏകദേശം 10 മണിക്കൂറിന് ശേഷമാണ് ഈ വെള്ളം ഇവിടെ 31-ാം തീയതി എത്തുന്നത്. ഈ 10 മണിക്കൂർ കഴിയുന്നവരെ വില്ലേജുകാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ ആരും ഇവിടുത്തെ കച്ചവടക്കാരെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള വീട്ടുകാരെയോ അറിയിക്കുന്നില്ല. വേണമെങ്കിൽ ഒരു മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ചെയ്യേണ്ട അധികാരികൾ കൃത്യസമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ പാലിയേക്കരയിലും അതുപോലെ തന്നെ ആമ്പല്ലൂരും. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്കും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ. ഈ നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങാനുള്ള ഒരേ ഒരു കാരണം ഇവരുടെ അനാസ്ഥയാണ്. ആമ്പല്ലൂർ പ്രദേശത്ത് മാത്രം വ്യാപാര സ്ഥാപനങ്ങളും വർക്ക്ഷോപ്പുകളും ഉൾപ്പെടെ 200ഓളം സ്ഥാപനങ്ങൾക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളായ 85 സ്ഥാപനങ്ങളിൽ മാത്രം 8 കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിലയിരുത്തുന്നത്. ആമ്പല്ലൂർ മേഖല എന്ന് പറയുമ്പോൾ നെന്മണിക്കര പഞ്ചായത്തും അളഗപ്പ പഞ്ചായത്തും ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ വ്യാപാരി സംഘടനയിൽ ആമ്പല്ലൂർ യൂണിറ്റിൽ വരുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബാധിച്ചത്. ആക്ച്വലി ഇത് ഒരു പ്രളയം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻമെയ്ഡ് ആയിട്ടുള്ളതാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ഷട്ടർ തുറന്ന എത്ര വെള്ളം ഈ പുഴയിൽ കൂടെ പോകുന്നു അധികാരികൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഒന്നും കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ ഒന്നും നമുക്ക് തരാതെ ഇത്രയും വലിയൊരു നഷ്ടത്തിലേക്ക് ഇവിടെയുള്ള വ്യാപാരികളെ എന്ന് ഞാൻ പറയില്ല, 1000-ഓളം വരുന്ന കുടുംബങ്ങളടക്കമുണ്ട് ഇതിൻ്റെ അകത്ത്. അവർക്കിത് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കാമായിരുന്നു.
ഇതിന് ഇനിയാണെങ്കിൽ പോലും ഈ ഇവിടുത്തെ പുഴകൾ അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന വെള്ളത്തിൻ്റെ അളവ് അതിന് ക്രമീകരിക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ട ഭിത്തികൾ കെട്ടാനും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ അധികാരികളുടെ പരിധിയിൽ കൊണ്ടുവന്ന് അതിനെ കൃത്യമായി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിയോടെ. ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ വലിയ അളവിൽ വെള്ളം തുറന്നുവിട്ട ഉദ്യോഗസ്ഥരും അധികൃതരുമാണ് വ്യാപാരികൾക്ക് ഇരുട്ടടി നൽകിയതെന്ന് ഇവർ പറയുന്നു. ഇത് മനുഷ്യനിർമ്മിത പ്രളയമാണെന്നും ഉത്തരവാദികളായവരിൽ നിന്നും സർക്കാർ നഷ്ടപരിഹാരം ഈടാക്കി നൽകണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ ഉൾപ്പെടുന്നവരല്ലാതെ മറ്റ് വ്യാപാരികളും ചെറുകിട സംരംഭകരും വർക്ക്ഷോപ്പ് ഉടമകളുമായി എല്ലാവർക്കും ഏകദേശം 20 കോടിയോളം നഷ്ടമുണ്ടായതാണ് അനൗപചാരികമായ കണക്ക്. നമുക്ക് നഷ്ടം വരികയാണെങ്കിൽ ഒരു 50 ലക്ഷത്തിന് മേളിൽ മിനിമം സ്റ്റോക്ക് ഉണ്ടായിരുന്ന കടയാണ്. എല്ലാ സാധനങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്ന കടയാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി കൊണ്ടാണ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ പീച്ച് ഡാമിലെ അതോറിറ്റി ഉദ്യോഗസ്ഥർ അവരുടെ അനാസ്ഥ മൂലം സംഭവിച്ചിരിക്കുന്നു. എല്ലാം കൂടെ നല്ല രീതിയിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ ഒരു രാത്രി കൊണ്ട് ആത്മഹത്യയുടെ ഇതിലേക്ക് വരെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്ന മാത്രമല്ല അവരുടേതായ സ്വത്തുവകകൾ കണ്ടുകിട്ടി ആമ്പല്ലൂരിലെ വ്യാപാരികൾക്കും മറ്റ് നഷ്ടം സംഭവിച്ച എല്ലാവർക്കുമായിട്ട് അത് കൊടുക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരാവശ്യമുണ്ടാകുമ്പോഴും ആഘോഷമുണ്ടാകുമ്പോഴും പാർട്ടിക്കാരും ആരാധനാലയങ്ങളിലുള്ളവരും പിരിവിനായി ഓടിച്ചെല്ലുന്ന വ്യാപാരികളുടെ ദുരിതം മനസ്സിലാക്കാൻ ആരും ഇതുവരെയും മുന്നോട്ട് വന്നിട്ടില്ല. ഈ വിഷയം അർഹിക്കുന്ന ഗൗരവത്തോടെ NCTV പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും അടിയന്തര ശ്രദ്ധയും പുനരധിവാസ നടപടികളും ഈ മേഖലയിലുള്ളവർക്ക് ആവശ്യമാണ്. NCTV പുതുക്കാട്. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ ചെക്കുകൾ KK രാമചന്ദ്രൻ MLA, മുകുന്ദപുരം തഹസീൽദാർ C നാരായണന് കൈമാറി. ചടങ്ങിൽ പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. CPM കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി PK ശിവരാമൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായി. 13,05,700 രൂപയുടെ ചെക്കുകളാണ് കൈമാറിയത്. വേലുപ്പാടം ഗാലക്സി ക്ലബ്ബ് 1,32,700 രൂപ, നന്ദിക്കര വിൻകോസ്റ്റ് ഫിനാൻസ് 50,000, ചിറ്റിശ്ശേരി മോസ്കോ ക്ലബ്ബ് 50,000, പറപ്പൂക്കര തെക്കുംപുറം ഷീബ ആൻഡ്രൂസ് 50,000, നെല്ലായി ദ്രോണ ഡേ കെയർ 30,000, ആറാട്ടുപുഴ സ്വദേശിനി സുധാ ബാലഗോപാൽ 30,000, പന്തല്ലൂർ കൊഴുപ്പള്ളി ശ്രീകല സന്തോഷ് 25,000, നെല്ലായി സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റ് 25,000, മണികണ്ഠൻ ഫാർമ കോബ്സ് ഡ്രഗ്സ് 25,000, മണ്ണമ്പെട്ട CITU ഹെഡ് ലോഡ് കമ്മിറ്റി 10,000, അളഗപ്പ പഞ്ചായത്ത് പച്ചളിപ്പുറം തൊഴിലുറപ്പ് തൊഴിലാളികൾ 11,000, നന്ദിപുലം സ്വദേശി KG പത്മനാഭൻ 10,000, നെല്ലായി സ്വദേശി ഗോപാലകൃഷ്ണൻ 10,000, ഇന്ദിരാ സതീശൻ മാരാർ 10,000, ഷിജു മൂത്രത്തിക്കര 10,000, പുതുക്കാട് സ്വദേശി ആൻഡു MP 6,000 എന്നിവരുടെ ചെക്കുകളാണ് MLA തഹസിൽദാർക്ക് കൈമാറിയത്. വയനാട്ടിൽ ഉണ്ടായ പ്രത്യേകിച്ച് 2-3 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ചൂരൽമല, അതുപോലെ തന്നെ മുണ്ടക്കൈ, അങ്ങനെയുള്ള ഒരു 3-4 വാർഡുകൾ പ്രദേശങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും 2 ഘട്ടങ്ങളിലായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ 29-ാം തീയതി അവസാനിച്ചു. 30-ാം തീയതി പുലരുന്ന 2 മണിയും 4 മണിയോടുകൂടി, ഓഗസ്റ്റ് മാസം 30-ാം തീയതി 2 മണി 4 മണിയോടുകൂടി 2 തവണയായി ഉരുൾപൊട്ടി. നമുക്കറിയാം നിരവധി പേരാണ് അതിൽ മരണപ്പെട്ടത്. മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത്. അത് തുടക്കം പറപ്പൂക്കര പഞ്ചായത്തിലെ ഒരു പ്രവാസി 50,000 രൂപ തന്നുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഇപ്പോൾ 13 ലക്ഷത്തിൽ അധികം തുക ഈ മണ്ഡലത്തിൽ നിന്നും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തെ കണ്ണീരാഴ്ത്തിക്കൊണ്ട് നമ്മുടെ വയനാട് നടന്നൊരു ദുരന്തം മൊത്തം എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരാളാണ്. അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാർ, അച്ഛന്മാർ, അങ്ങനെ കൂടപ്പുറപ്പുകളെ നഷ്ടപ്പെട്ട എല്ലാവരും ഇന്ന് കേരളത്തിൻ്റെ ഒരു മൊത്തം ഒരു എന്താ പറയുക, വളരെ വേദനിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ വയനാട്. ഉദാരമായിട്ട് സംഭാവന ചെയ്യാൻ എല്ലാ മലയാളികളും
ഇവർ താല്പര്യപൂർവ്വം മുന്നോട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓർക്കാട് മണ്ഡലത്തിലെ വിവിധ വ്യക്തികളും സംഘടനകളും സ്ഥാപനങ്ങളും വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ചു നൽകാൻ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ധനസമാഹരണ ക്യാമ്പയിനിലേക്ക് ഡിവൈഎഫ്ഐ പറപ്പൂക്കര മേഖലാ കമ്മിറ്റി ഓണം ബമ്പർ വിൽപ്പന ആരംഭിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PD നെൽസൺ, തൊട്ടിപ്പാൾ ക്ഷീര വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് KV രാജന് ആദ്യ ടിക്കറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ED ദിലീഷ്, CV സുധ, മേഖലാ ഭാരവാഹികളായ TS അഭിലാഷ്, PA ജിജിൻ എന്നിവർ സന്നിഹിതരായി. വയനാടിനെ കൈത്താങ്ങാകാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് ധനശേഖരണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജോയ് കാവിൽ, ട്രഷറർ KR ഷിനിൽ, വനിതാ വിംഗ് പ്രസിഡന്റ് സുജ നമ്പിടിയാടൻ, സെക്രട്ടറി വിജിത വൈശാഖ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിജോ പോൾ കുന്നൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവർ സന്നിഹിതരായി. നമുക്കെല്ലാവർക്കറിയാം, വയനാട്ടിലുണ്ടായ ഭീകരമായ ദുരന്തം അതിലെ വ്യാപാരികളുടെ ഭാഗത്തുനിന്നും ഒരു കൈത്താങ്ങായി ചെറിയ ചെറിയ സഹായങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യാപാരികളും അതിനുവേണ്ടി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ചെറിയ സഹായങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയാം. 8ാം ക്ലാസ്സിൽ ഇത്തവണ മുതൽ ഓൾ പാസ് ഇല്ല. ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കും. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക് കൊണ്ടുവരും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. എഴുത്തു പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും 30% മാർക്കും നിർബന്ധമാക്കും. 2026-2027 വർഷത്തിൽ മിനിമം മാർക്ക് 10ാം ക്ലാസ്സിലും നടപ്പിലാക്കും. വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിലെ ഈ തീരുമാനം. വാരിക്കോരി മാർക്ക് നൽകുന്നുവെന്നും എല്ലാവർക്കും A+ നൽകുന്നുവെന്നും ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുന്നുവെന്നുമുള്ള ആക്ഷേപം വ്യാപകമായി ഉയരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു. ഈ കോൺക്ലേവിൽ ഉയർന്ന നിർദ്ദേശമാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വർഷം 8ാം ക്ലാസ്സിൽ ഓൾ പാസ് ഒഴിവാക്കുന്നു എന്നതാണ്. ഓരോ വിഷയത്തിനും മിനിമം 30% മാർക്ക് നിർബന്ധമാക്കും. നിലവിൽ നിരന്തര മൂല്യനിർണ്ണയത്തിനും ഒപ്പം തന്നെ വിഷയങ്ങൾക്കും കൂടി 30% മതി. അതുകൊണ്ട് തന്നെ എല്ലാവരും പാസ്സാകുന്ന സാഹചര്യമാണുള്ളത്. ഇത് മാറ്റിയിട്ടാണ് ഓരോ വിഷയങ്ങൾക്കും 30% നിർബന്ധമാക്കിക്കൊണ്ടുള്ള തീരുമാനം. ഇതുകൂടാതെ എഴുത്തു പരീക്ഷയ്ക്കും വേറെ മാർക്ക് വേണം. പഠിക്കാതെ പാസ്സാകാൻ പറ്റില്ലെന്ന രീതിയാണ് നിലവിൽ വരാൻ പോകുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് നടപ്പിലാക്കുക. അടുത്ത വർഷം 9ാം ക്ലാസ്സിലും പിന്നീട് 2026-2027 വർഷങ്ങളിൽ 10ാം ക്ലാസ്സിലും ഈ നിബന്ധന കൊണ്ടുവരാനാണ് തീരുമാനം. കാലവർഷം ശക്തമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങരയിൽ റോഡ് കുളമായി. വെള്ളിക്കുളങ്ങര സെന്റർ, ഗ്രാമീണ വായനശാല പരിസരം എന്നിവിടങ്ങളിലായി നിരവധി കുഴികളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആഴമുള്ള കുഴികളിൽ ചാടി ഇരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കുഴികളിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും ദുരിതമായിരിക്കുകയാണ്. എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തി കുഴികൾ അടയ്ക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടകര മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് ചാടി യുവതി ജീവനൊടുക്കാൻ ശ്രമിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് സ്വദേശിനിയായ 24-കാരിയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയത്. മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലേക്ക് വീണ യുവതിക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വന്ന യുവതി കുഞ്ഞിനെ ഭർത്താവിന്റെ അടുക്കലാക്കി പുറത്തേക്ക് പോയതാണെന്ന് പറയുന്നു. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചെങ്ങലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി. ചടങ്ങിൽ വയനാട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആദരാഞ്ജലികളും അർപ്പിച്ചു. PTA പ്രസിഡന്റ് സജിത്ത് കോമത്തുകാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ തോമസ് മഞ്ഞളി, സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിനി, BRC ട്രെയിനർ TR ഡാനി, PTA വൈസ് പ്രസിഡന്റ് ശ്രുതി എന്നിവർ സന്നിഹിതരായി. ആലയങ്ങാട് ശങ്കര UP സ്കൂളിലെ രക്ഷിതാക്കൾക്കായുള്ള അമ്മ വായന പദ്ധതിയുടെ ഉദ്ഘാടനം ആദ്യ പുസ്തകം MPTA പ്രസിഡന്റ് K ദീപയ്ക്ക് നൽകിക്കൊണ്ട് പ്രധാനാധ്യാപിക ശ്രീകല നിർവഹിച്ചു. ലൈബ്രറി ഇൻചാർജ് സതി സന്നിഹിതയായിരുന്നു. ലൈബ്രറിയന്മാരായി TS ആരാധ്യ,
ആഞ്ചലീന ബാസ്റ്റിൻ, നിവേദ്യ പ്രസന്നൻ എന്നിവരെ തിരഞ്ഞെടുത്തു. എല്ലാ ബുധനാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 1:30 വരെയാണ് ലൈബ്രറിയുടെ പ്രവർത്തനം. വരന്തരപ്പള്ളി CJM ഹയർ സെക്കൻഡറി സ്കൂളും സെന്റ് ആന്റണീസ് LP സ്കൂളും സംയുക്തമായി മിസ്റ്ററി ഡോസിന്റെ സഹകരണത്തോടെ പ്ലാനറ്റോറിയം ഷോ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ബെജിൻ പ്രിൻസ് പ്ലാനറ്റോറിയം ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആകാശ കാഴ്ചകളിലെ കൗതുകങ്ങളിൽ നിന്ന് ജ്യോതിശാസ്ത്രത്തിൻ്റെ അത്ഭുത വിനോദവും വിജ്ഞാനവും പകർന്നുകൊണ്ടാണ് പ്ലാനറ്റോറിയം ഷോ സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് PC ജോസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രതിനിധികളായ MK ജോയ്, ജിൻസി ബിജു, നിമൽ K ബെന്നി എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാനാധ്യാപകൻ ജോവൽ വി ജോസഫ്, സെയിൻറ്റ് ആൻ്റണീസ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ KJ സെബി, അധ്യാപകരായ ജിജു ആൻ്റണി, ജലിബ്സ് പോൾ, ജൽമ K കിഴക്കൂടൻ, ജമ്മ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ഏകദേശം ഒരു 4.6 ബില്യൺ ഇയേഴ്സ് മുൻപാണ് നമ്മുടെ ഭൂമി ഉണ്ടായതായിട്ട് നമ്മൾ സങ്കല്പിച്ചു പോരുന്നത്. മഹാവിസ്ഫോടന സിദ്ധാന്തം, അതുപോലെ ബിഗ് ബാങ് തിയറി കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ യൂണിവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കപ്പെട്ടത്. അതിനുശേഷം ഈ വലിയൊരു സ്ഫോടനത്തിന്റെ ഫലമായി ഒരു ചെറിയൊരു പീസ് അടർന്നു വന്നതാണ് നമ്മുടെ ഭൂമി. ഇന്ന് നമ്മുടെ പ്ലാനറ്റോറിയം ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്തും കോഴിക്കോടാണ് നമ്മുടെ പ്ലാനറ്റോറിയം ഉള്ളത്. അത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും കാണാനായിട്ട് പോയി കാണാനുള്ള ഒരു അവസരം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനി പ്ലാനറ്റോറിയത്തിന് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് സ്കൂളിലേക്ക്. We all have heard about space, but have we gone to space? It's impossible. But here in the school ground, they have made it possible that we can see the planetarium before us in a short time, in a short space. So enjoy the journey into space. Thank you all. Enjoy. മറ്റ് സ്കൂളുകൾക്കൊന്നും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെയും അതുപോലെ തന്നെ സെന്റ് ആന്റണീസ് LP സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കായിട്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ശാസ്ത്രമേളയും സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നു. റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസർ K നിർമ്മൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ K രമാദേവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ മുഖ്യാതിഥിയായിരുന്നു. സയൻസ്, സോഷ്യൽ, കണക്ക് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, എക്സ്പെരിമെന്റ്സ് എന്നീ ഇനങ്ങളിലായി LP, UP വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. രഞ്ജി അജിത്, സുലോചന, KS ശ്രുതി, P വിനിത എന്നിവർ പ്രസംഗിച്ചു. ഹോം എക്സ്പ്രസ് സൂപ്പർമാർക്കറ്റിൽ സമ്മാന പെരുമഴയുമായി ഉടൻ പണം. ദിവസേന 4000 രൂപ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 250 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ 4 പേർക്ക് 1000 രൂപ വീതം സ്വന്തമാക്കാം. ദിവസവും രാവിലെ 11നും 12നും മധ്യേ ആണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ഹോം എക്സ്പ്രസിൻ്റെ 3 മുറിയിലും വെള്ളിക്കുളങ്ങരയിലും ഉള്ള ഷോപ്പുകളിൽ ഉടൻ പണം പദ്ധതി ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9958 54891 9072 488 891. വാസുപുരം സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധ ദൈവമാതാവിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ബിനോയ് നേരെപ്പറമ്പിൽ സഹകാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ബിനു പടയാട്ടി, ലിപ്സൺ ചെരുപറമ്പിൽ, റിൻഡോ ഉദിനിപ്പറമ്പിൽ, ജനറൽ കൺവീനർ ജോയ് അന്തിരി എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ ആഘോഷം. വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ ഊട്ടുതിരുനാളിന് മുൻ വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി കൊടിയേറ്റം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായി. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ഡീക്കൻ ആൽവിൻ അറയ്ക്കൽ, ട്രസ്റ്റിമാരായ സജി പുത്തൻപുരയ്ക്കൽ, പോൾസൺ പാലിയങ്കര, ജെയ്സൺ വടക്കുംചേരി എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ഈ മാസം 15-ന് രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക ഉയർത്തും. 10-ന് നടത്തുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിയാൻഡോ മാഞ്ഞുരാൻ കാർമ്മികനാകും. ഫാദർ തോമസ് തടത്തിമാക്കൽ വചന സന്ദേശം നൽകും. തുടർന്ന് ഊട്ടുനേർച്ചയും ഉണ്ടാകും. കൊടകര തേശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജെയിൻ കടവിൽ,
കൈക്കാരന്മാരായ ജോയ് കള്ളിയത്തുപറമ്പിൽ, ഷിബു കള്ളിയത്തുപറമ്പിൽ, ആന്റണി വേലിക്കകം, ജനറൽ കൺവീനർ ബിനോയ് കള്ളിയത്തുപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു. ഓഗസ്റ്റ് 15 രാവിലെ 9 മുതൽ ഊട്ടുനേർച്ച വിതരണം, 10 ഫാദർ ലീരാസ് പതിയാന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന, ഫാദർ കിരൺ തട്ലയുടെ സന്ദേശം എന്നിവയുമുണ്ടാകും. കൊടകര വല്ലപ്പാടി ദേവമാതാ പള്ളിയിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് ഫാദർ നിക്സൺ ചാക്കോരിയ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ സജി വലിയ വീട്ടിൽ, ജനറൽ കൺവീനർ ജോസഫ് മാമ്പ്രക്കാരൻ, കൈക്കാരന്മാരായ ജോൺസൺ കാച്ചപ്പള്ളി, ആൻഡ്രു ആരോദ, പോളി കണ്ണുകാടൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15 ഊട്ടുതിരുനാൾ നടത്തുക. ആമ്പലൂർ കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ തൃശൂരും ഗേൾസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആമ്പലൂരും അയ്യന്തോൾ ലയൺസ് ക്ലബും സംയുക്തമായി സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതിയായ ഹാൻഡ് എംബ്രോയിഡറി എന്ന കോഴ്സ് സംഘടിപ്പിച്ചു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. ജൻശിഷൻ സംസ്ഥാൻ തൃശൂർ ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ചു. അയ്യന്തോൾ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സെൻസി യുജിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗേൾസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ കെ രാധാകൃഷ്ണൻ, JSS പ്രോഗ്രാം സ്റ്റാഫ് OV ദീപ, അളകപ്പ പഞ്ചായത്ത് വാർഡ് അംഗം ദിനിൽ, ലയൺസ് ക്ലബ് അംഗങ്ങളായ ധർമ്മരാജ്, AV യൂജിൻ, ലാസർ, മോഹന, ജയന്തി മോഹൻ, ഹാൻഡ് എംബ്രോയിഡറി കോഴ്സ് അധ്യാപിക സതി സദാനന്ദൻ, ഗേൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ O സതി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. കാവലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാഷണൽ NGO ഓർഗനൈസേഷന്റെയും ചിറ്റിശ്ശേരി ഓറയുടെയും സഹകരണത്തോടെ കർഷകർക്ക് 50% സാമ്പത്തിക സഹായത്തോടെ വിവിധ ജൈവവളം നൽകുന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. കവിത ക്ലബിൽ ഉച്ചതിരിഞ്ഞ് 2:30 അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി നിർവഹിക്കും. കവിത കർഷക കൂട്ടായ്മ പ്രസിഡന്റ് KK ഗോഖലെ അധ്യക്ഷത വഹിക്കും. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് അംഗം PS പ്രീജു, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, ചിറ്റിശ്ശേരി ഓറ സെക്രട്ടറി സിസ്റ്റർ ജീസ് തെരേസ്, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥ P അരുണ, കവിത ക്ലബ്ബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ എന്നിവർ സന്നിഹിതരാകും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6390 രൂപ, പവന് 51,120 രൂപ. തൊട്ടിപ്പാൾ തെക്കൂട്ട് ശങ്കുണിയുടെ ഭാര്യ ശാന്ത അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശൈലജ, ബാബു എന്നിവർ മക്കളും, മോഹനൻ, ഗീത എന്നിവർ മരുമക്കളുമാണ്. പൂങ്കോത്ര പട്ടാപ്പറമ്പിൽ കുട്ടൻ ഭാര്യ കൗസല്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുഷ്പലത, സുനിൽ, അനിൽ, അജി എന്നിവർ മക്കളും, ഹരിഹരൻ, ഷീജ, ജീന, രജിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പീച്ചി ഡാമിലെ വെള്ളം കൂടിയ അളവിൽ തുറന്നപ്പോൾ ആമ്പല്ലൂരിലും പാലിയേക്കരയിലും ഉണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം കോടികളുടേത്. പല വ്യാപാരികളും സ്വയം തൊഴിൽ സംരംഭകരും ആത്മഹത്യയുടെ വക്കിലാണ്. കാലവർഷം ശക്തമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങരയിൽ റോഡ് കുളമായി. അപകട ഭീഷണിയിൽ യാത്രക്കാർ. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ ചെക്കുകൾ KK രാമചന്ദ്രൻ MLA മുകുന്ദപുരം തഹസീൽദാർ C നാരായണന് കൈമാറി. 8ാം ക്ലാസ്സിൽ ഇനി ഓൾ പാസ് ഇല്ല. ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധം. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക്. കൊടകര മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് ചാടി യുവതി ജീവനൊടുക്കാൻ ശ്രമിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് സ്വദേശിനിയായ 24-കാരിയാണ് ചാടിയത്.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.